ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ വ്യാപ്തി ഇന്നാണ് പൂർണ്ണമായും പുറത്തു വന്നത്. കശ്മീരിന്റെ ഭംഗിയിൽ അലിഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചു നിന്നിരുന്ന നിരാലംബരായ മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഭീകരർ. കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കരച്ചിലിന്റെയും കണ്ണീരിന്റെയും നടുവിൽ ബൈസരൺ വാലി രക്തപങ്കിലമായി. ആദ്യ ഞെട്ടലിൽ നിന്ന് പുറത്തു കടന്ന രാജ്യം വേഗം രക്ഷാപ്രവർത്തനം നടത്തി. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി സ്വന്തം നാടുകളിലേക്ക് അയച്ചു. ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ഒറ്റക്കെട്ടായി ഈ കണ്ണീരിനെ മറികടക്കും. ആദ്യം കാണാം ഇന്നത്തെ RDX റാപ്പ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് ഇന്ത്യയുടെ നീക്കം. നയതന്ത്ര ബന്ധം തന്നെ വിച്ഛേദിക്കാനാണ് ആലോചനയെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ശക്തമായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് ഉറപ്പു നൽകി. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാവിലെ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്രമണം നടന്ന പഹൽഗാം സന്ദർശിച്ചു. ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെയും രക്ഷപ്പെട്ടവരെയും സന്ദർശിച്ചു. ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി എന്നാണ് റിപ്പോർട്ട്. കസൂരിയുടെ പങ്ക് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2025 ഫെബ്രുവരി 2 ഖൈബർ പക്തൂൺഖ്വയിൽ കസൂരി നടത്തിയ ഇന്ത്യാവിരുദ്ധ തീവ്ര പ്രസംഗമടക്കം ഇതിന് തെളിവായി അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടന ഏറ്റെടുത്തു. കശ്മീരിൽ പുറത്തുനിന്നുള്ളവർ അധിനിവേശം നടത്തുന്നുവെന്നും അതനുവദിക്കില്ലെന്നും ആക്രമണം തുടരുമെന്നുമാണ് TRFന്റെ മുന്നറിയിപ്പ്. ഭീകരവാദത്തെ നേരിടാൻ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. പഹൽഗാം ഭീകരാക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് പരിശോധിച്ചിട്ട് വരാം. കൊലയാളികൾ ഇവരാണ് എന്ന് ഇതിനകം തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിൽ പങ്കുള്ള 4 ഭീകരരുടെ ചിത്രം സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. അവരിവരാണ്: ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബൂ തൽഹ എന്നിവരെ ഈ 4 പേരിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരാണ് തിരിച്ചറിയപ്പെട്ട കൊലയാളികൾ. 3 പേരുടെ രേഖാചിത്രങ്ങളും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. സൈന്യം ഇതിനകം തന്നെ കൊലയാളികളെ തിരിച്ചറിഞ്ഞു എന്ന വിവരമാണുള്ളത്. ശേഷം പുറത്തു വന്നത് 4 ഭീകരരും തോക്കുകളേന്തി നിൽക്കുന്ന ചിത്രമാണ്. 4 പേരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചിത്രം കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആരാണ് TRF എന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത്. പഹൽഗാം ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ്. TRF ലഷ്കർ അനുകൂല സംഘടനയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ രൂപം കൊണ്ടതാണെന്നാണ് NIA പറയുന്നത്. വളരെ ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ. സംഘടനയുടെ തലവൻ രാജ്യം ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ സജ്ജാദ് ഗുൽ എന്ന തീവ്രവാദിയാണ്. ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന സംഘടനയാണ് TRF. കശ്മീരികളല്ലാത്തവർ ആണ് ലക്ഷ്യം. കശ്മീരികളല്ലാത്തവർക്ക് നേരെ അതിക്രമം. കശ്മീരിൽ തദ്ദേശീയർ അല്ലാത്തവർക്ക് താമസം നൽകുന്നതിൽ വലിയ എതിർപ്പാണ് TRF ഇതിനകം പ്രകടിപ്പിച്ചിട്ടുള്ളത്. കശ്മീരികൾ അല്ലാത്തവർക്കെതിരെ സായുധാക്രമണം പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കശ്മീരിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങളും ഡ്രഗ്സും കടത്തുന്നുവെന്ന് കേന്ദ്രം TRFനെ കുറിച്ച് പറയുന്നുണ്ട്, നേരത്തെ തന്നെ പറയുന്നുണ്ട്. 2023 ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിരോധിത സംഘടനയാണ്. മുഖ്യ സൂത്രധാരൻ സൈഫുള്ള കസൂരി എന്ന തീവ്രവാദിയാണ്. ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരിയാണ് മുഖ്യ സൂത്രധാരൻ. ഇന്ത്യ തിരയുന്ന ഭീകരനാണ്. ഹാഫിസ് സയ്യിദിൻ്റെ അനുയായി കൂടിയാണ് ഈ കസൂരി. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 7 മണിയോടെ തന്നെ രാജ്യത്തേക്ക് തിരിച്ചെത്തി. ഇതിൻ്റെ ഗൗരവം പരിഗണിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിമാനത്താവളത്തിൽ തന്നെ അടിയന്തര യോഗം ഉടനടി ചേരുകയും ചെയ്തു. വിദേശകാര്യമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, വിദേശകാര്യ സെക്രട്ടറി എന്നിവരെല്ലാം തന്നെയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പഹൽഗാം ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അറിവോടെ അല്ലാതെ നടക്കില്ല എന്നാണ് മുൻ പ്രതിരോധ മന്ത്രി AK ആൻ്റണി ന്യൂസ് മലയാളത്തോട് നേരത്തെ പറഞ്ഞത്. സൈനിക വേഷത്തിൽ ഭീകരർ നുഴഞ്ഞു കയറണമെങ്കിൽ പാക് സൈന്യത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടാകും എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് കാരണമായത് പ്രതിരോധ വീഴ്ചയല്ല, കശ്മീർ ശാന്തമല്ല എന്ന സന്ദേശം നൽകാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നും AK ആൻ്റണി ഞങ്ങളോട് നേരത്തെ പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഉന്നതങ്ങളിൽ നിന്നുള്ള അറിവും സമ്മതവുമില്ലാതെ ഒരു ഭീകരനും ഇതിന് മുന്നിലേക്ക് കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ഭീകരാക്രമണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടി അറിവോടുകൂടി, ഒരുപക്ഷെ അവരിലെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടി സഹായത്തിലുള്ള ആസൂത്രണമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വേണ്ടത് ഇതിന് ഏറ്റവും ചുറ്റും മറുപടി കൊടുക്കുന്നതാണ്. അതിശക്തമായ മറുപടി. ആ മറുപടി കൊടുക്കണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എപ്പോൾ തിരിച്ചടിക്കണം, ഏത് ഡിഗ്രിയിലുള്ള തിരിച്ചടിക്കണം, ഏത് സ്ഥലത്ത് തിരിച്ചടിക്കണം, അത് സൈന്യത്തിന് വിട്ടുകൊടുക്കുക. അങ്ങനെ കൊടുത്താൽ എനിക്കറിയാം ഇന്ത്യൻ സൈന്യം
അത് മാരകമായ നിലയിലുള്ള പ്രഹരം ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മളൊപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടെ ചേരുന്നുണ്ട് അവിടെ നിന്ന്. ശ്രീജിത്ത്, ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? മാരകമായ പ്രഹരം ഈ തീവ്രവാദികൾ കേൾപ്പിക്കണമെന്നാണ് മുൻ പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആന്റണി തന്നെയും പറഞ്ഞത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഒരാളിൻ്റെ അഭിപ്രായം അതിശക്തമായതാണ്. ഇന്ന് മാത്രമല്ല, പാക് സൈന്യത്തിൻ്റെ അറിവോടെ അല്ലാതെ ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയത്തിൽ നിന്ന് കൂടെ പറയുകയാണ്. വളരെ കാലം പ്രധാനപ്പെട്ട പൊസിഷനിലിരുന്ന ആളാണല്ലോ അദ്ദേഹം. അപ്പോൾ ഏത് നിലക്കുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഈ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്? ഏറ്റവും ഒടുവിൽ അതുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിലും മറ്റും നടക്കുന്ന സംഭവങ്ങൾ മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ്, ഈ രാജ്യത്തെ ഏതൊരു പൗരൻ്റെയും വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത് സ്വാഭാവികമാണ്. കാരണം അത്തരത്തിൽ അതിഭീകരമായ ആക്രമണമാണ് നമ്മൾ നേരിട്ടത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഏതാണ്ട് 24 മണിക്കൂറിനൊക്കെ അപ്പുറം പോകുമ്പോഴും നമ്മൾ മുക്തരായിട്ടില്ല. ഇനി ഇന്ത്യ ഇതിൽ ചെയ്യാൻ പോകുന്ന 2-3 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ഒരു മൾട്ടി ഡയമെൻഷണൽ റെസ്പോൺസ് ആയിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുക. ഏറ്റവും പ്രധാനം അതിൽ നയതന്ത്രം തന്നെയാണ്. ഉടനടി ഒരു എടുത്തടിച്ചൊരു പ്രതികരണമോ ഒരു അറ്റാക്കോ ഒന്നും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യ അതിന് തയ്യാറുമല്ല. കാരണം ഈ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ടായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരു തിരിച്ചടി കൊടുത്തുകൊണ്ട് ഒരു യുദ്ധരൂപത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്ത്യ എന്തായാലും സൃഷ്ടിക്കില്ല. ഇന്ത്യയുടെ രീതികളും അതാണ്. അതിന് പകരമായി ആദ്യം നയതന്ത്രപരമായി ഇടപെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആദ്യത്തെ ആവശ്യം എന്ന നിലയ്ക്ക് സൈഫുള്ള ഖസൂരിയെ തിരിച്ചു കിട്ടണം, ഇന്ത്യക്ക് വേണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. അതൊരു വളരെ തന്ത്രപരമായ നീക്കമാണ്. കാരണം സൈഫുള്ള ഖസൂരി ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഉള്ളത്. അദ്ദേഹം ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡന്റുമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിനുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ഇന്ത്യ ആദ്യം ലക്ഷ്യമിടുന്നത്. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാകിസ്ഥാൻ ഇതിന് മറുപടി പറയേണ്ടി വരും. അപ്പോൾ ആ മറുപടി എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഇതിൽ പാകിസ്ഥാന് ബന്ധമുണ്ട്, ഇതിൽ ISIക്ക് ബന്ധമുണ്ട്, ലഷ്കർ ഇ തോയ്ബയ്ക്ക് ബന്ധമുണ്ടെന്ന് സ്വാഭാവികമായും തെളിഞ്ഞു കഴിഞ്ഞു. ഈ പുറത്തുവിട്ട പ്രതികളുടെ ചിത്രങ്ങൾ കൊണ്ട് അത് തെളിഞ്ഞു കഴിഞ്ഞു. ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ചും അമേരിക്ക അടക്കമുള്ള വലിയ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുക, തെളിയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇന്ത്യ നിറവേറ്റാൻ പോകുന്നത്. അതാണ് ആദ്യത്തെ നയതന്ത്രപരമായ നീക്കം. അതോടൊപ്പം തന്നെ അതിലാണ് ഈ സൈഫുള്ള ഖസൂരിയെ ഇന്ത്യക്ക് വേണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതിൻ്റെ ഏറ്റവും തന്ത്രപരമായ നീക്കം. അത് സ്വാഭാവികമായും പാകിസ്ഥാൻ അതിനെ എതിർക്കാനാണ് സാധ്യത. അങ്ങനെ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് രാവിലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് പാകിസ്ഥാനെ നയതന്ത്രപരമായി പ്രതിരോധത്തിലാക്കുക എന്നൊരു രീതിയായിരിക്കും ഇന്ത്യ ആദ്യം സ്വീകരിക്കുക. അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഇന്ന് മന്ത്രിതല സമിതിയിലൊക്കെ രാവിലെ രാജ്നാഥ് സിംഗിൻ്റെ സമിതിയിലും അദ്ദേഹം കരനാവിക വ്യോമസേനാ മേധാവികളുടെയും BSFിൻ്റെയും പ്രത്യേക യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ സേനയോട് സജ്ജരായിരിക്കാൻ, അതായത് കരവ്യോമസേനകളോട് സജ്ജരായിരിക്കാൻ പറയുന്നു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാകണമെന്ന് പറയുന്നു. അത് നമ്മൾ വിചാരിക്കുന്നത് കരവ്യോമസേനകൾ ആയുധമെടുത്ത് റെഡിയാകുന്നു എന്നുള്ളതല്ല. അതിനെ അങ്ങനെ സജ്ജമായിരിക്കുക എന്നുള്ളത് കൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം ഞങ്ങൾ സജ്ജരാണ്, നിങ്ങൾ ഇനി ഇത്തരത്തിലൊരു ആക്രമണമായി വന്നു കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണ്. ആ 2 രൂപത്തിലാണ് ഇതിനെ കാണേണ്ടത്. അതൊരു മൾട്ടി ഡയമെൻഷണൽ ഒരു ആംഗിളിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ആദ്യം സൈഫുള്ള ഖസൂരിയെ പോലെ ഇതിൽ ബന്ധമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഒരു വലിയ ഭീകരവാദിയെ ഇന്ത്യക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ സജ്ജരാണ് എന്ന മെസ്സേജ് കൂടി ലോകത്തിന് കൊടുക്കുന്നു. 2 അർത്ഥത്തിൽ അതിനെ കാണേണ്ടതുണ്ട്. അതങ്ങനെ തന്നെയാണ് പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതായത് ഇപ്പോൾ പൂർണ്ണമായും പാകിസ്ഥാനുമായി നമ്മൾ ഏതാണ്ടൊരു നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച അവസ്ഥയിൽ തന്നെയാണ്. ഇപ്പോൾ ചർച്ചകളൊന്നും നടക്കുന്നില്ല. നമുക്കറിയാം, ക്രിക്കറ്റ് അടക്കമുള്ള ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല. വ്യാപാര ബന്ധത്തിൽ തന്നെ വലിയ വിള്ളലുകളുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ലാഹോറിലേക്കുള്ള ബസ് ഇന്ത്യ നിർത്തലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഈ ജലകരാർ, സിന്ധു നദീജല കരാർ പാകിസ്ഥാനുമായിട്ടുണ്ട്. ജലം കൈമാറ്റം ചെയ്യുന്നുണ്ട്. സവാള അടക്കമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൂടി വിച്ഛേദിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും വിച്ഛേദിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യ കടുത്ത നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളത്, ഇന്ത്യ അതിന് തയ്യാറാകുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ കൊടുക്കുന്നൊരു മെസ്സേജാണ്. ഞങ്ങളെ അത്രത്തോളം വലിയ ആക്രമണമാണ് നേരിട്ടത്, പാകിസ്ഥാൻ നടത്തിയ ആക്രമണം ഇനി സഹിക്കാൻ കഴിയുന്നതല്ല എന്ന രൂപത്തിലുള്ള മെസ്സേജിലേക്കാണ് ഇത്തരം വാർത്തകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് സൈന്യവുമായി ബന്ധപ്പെട്ടാണ്. സൈന്യം നമുക്കറിയാം, ഇതിനു മുൻപ് പത്താൻകോട്ടിലും പുൽവാമയിലും ഒക്കെ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ അതിനെ എങ്ങനെയാണ് സമീപിച്ചത്, നേരിട്ടത് എന്നുള്ളത്. ഇന്ത്യ കാത്തിരുന്നു. ഇന്ത്യ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരുന്നു. അതിനപ്പുറത്തൊരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോകുന്നു. ഇപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും സൈന്യത്തോട് സജ്ജരായിരിക്കാൻ പറയുന്നു. അത് ശരി ശ്രീജിത്ത്, അങ്ങനെ ഏത് വിധത്തിലും തിരിച്ച് എങ്ങനെ നയതന്ത്രപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിശക്തമായിട്ട് സൈനികപരമായിട്ടാണെങ്കിൽ അങ്ങനെ തിരിച്ചടിക്കുക എന്നത് ഈ ഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് നേരത്തെ പറഞ്ഞത് ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവായ ആ മേഖലയിൽ നല്ല പരിചയ സമ്പത്തുള്ള നമ്മുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ശ്രീ എ കെ ആന്റണിയാണ് നേരത്തെ അത് പറഞ്ഞത്. ഇതിനകത്ത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ആ നിലക്ക് തന്നെയാണ്, അത് തന്നെയായിരിക്കും സംഭവിക്കുക സ്വാഭാവികമായിട്ടും എന്ന ഒരു തോന്നലുണ്ടാക്കുമെന്ന് മാത്രവുമല്ല, നേരത്തെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് പൊതുവിൽ രാജ്യത്തിൻ്റെ ആകെ തന്നെയും ഒരു
ആവശ്യം കൂടെയായി മാറിയിട്ടുണ്ട്. അത് ആക്രമണത്തിലൂടെ തിരിച്ചടിക്കുക എന്നത് മാത്രമല്ല, നയതന്ത്രപരമായിട്ട് നല്ല മറുപടി കൊടുക്കുക. ഒപ്പം ഈ തീവ്രവാദ സംഭവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള അതിശക്തമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കും നിശ്ചയമായിട്ടും എന്ന ആത്മവിശ്വാസമാണ് രാജ്യത്തിനാകെ തന്നെയും ഉള്ളത്. ആ ആത്മവിശ്വാസം നല്ല ഒന്നിച്ചു നിൽക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ പ്രതിപക്ഷ നേതാവായുള്ള രാഹുൽ ഗാന്ധി തന്നെയും ആദ്യം തന്നെ അമിത്ഷായെ വിളിച്ച് പൂർണ്ണ സപ്പോർട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നിൽക്കുകയാണ്, പൊതുവിൽ എല്ലാവരും ചേർന്ന് നിൽക്കുകയാണെന്നാണ് ഇന്ത്യയിലെ സ്ഥിതി. ഇന്ത്യയിലെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത് എന്നതുകൂടെ നേരത്തെ ഞാൻ പരിശോധിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നായ ഡോൺ ന്യൂസ് എങ്ങനെയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നത് അവരുടെ ഓൺലൈൻ സൈറ്റിലൂടെ വായിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടത്, അവർ സ്വാഭാവികമായിട്ടും ഇത് പാകിസ്ഥാൻ സൈന്യമോ പാകിസ്ഥാനോ ചെയ്തതാണ് എന്നത് അംഗീകരിക്കുന്നില്ല. അവരത് ഇന്ത്യയുടെ മാധ്യമങ്ങളിലെ വ്യാഖ്യാനം മാത്രമാണ് എന്ന നറേറ്റീവാണ് സ്വാഭാവികമായിട്ടും അവിടെയുള്ളത്. ഈ എല്ലാവർക്കും ഒപ്പം, കൊല്ലപ്പെട്ട ആളുകൾക്കൊപ്പം നിൽക്കുകയാണ്, അവരുടെ ബന്ധുക്കൾക്കൊപ്പം നിൽക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെയും പക്ഷേ അവർ കോട്ട് ചെയ്തിരിക്കുന്നത്, ആ പത്രം പലരെയും കോട്ട് ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാനിലെ പല നേതാക്കളെയും കോട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഷഫ്കാത്ത് ഖാൻ, മുൻ വിദേശകാര്യമന്ത്രി ഖുറാം ദസ്തഗീർ ഖാൻ, സെനറ്റർ ഷെറീർ റഹ്മാൻ, മുൻ മന്ത്രി ഖാജ സാദ് റഫീഖ് തുടങ്ങി നിരവധി അവിടുത്തെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭരണ പദവികളിൽ ഇരിക്കുന്നവരും നേരത്തെ ഇരുന്നവരുമായിട്ടുള്ള നേതാക്കളെ അവർ കോട്ട് ചെയ്തിട്ടുണ്ട് ഡോൺ ന്യൂസ്. പക്ഷേ അതിനകത്തെല്ലാം ഈ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഷോക്ക് രേഖപ്പെടുത്തുമ്പോഴും കൊല്ലപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ബന്ധുക്കൾക്കൊപ്പം നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ അക്രമം നടത്തിയ ആളുകളെ അതിശക്തമായിട്ട് തള്ളിപ്പറയുക എന്നത് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതാത് രാജ്യങ്ങളെ നേതാക്കൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ അങ്ങനെയൊരു വരി അതിനകത്തൊന്നും ഇവരുടെയൊന്നും ഈ ഡോൺ ന്യൂസ് കോട്ട് ചെയ്തിരിക്കുന്ന ഈ ഞാനിപ്പോൾ വായിച്ച പേരുകളുള്ള നേതാക്കളുടെയൊന്നും ട്വിറ്റർ പോസ്റ്റുകളിലോ മറ്റോ അങ്ങനെ ഈ സംഭവം നടത്തിയതാരായാലും അവിടെ അതിശക്തമായിട്ട് ഒറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും വേണം എന്ന വരി കണ്ടില്ല എന്നതാണ് അതിനകത്ത്. പാകിസ്ഥാൻ ഇത്തരം കാര്യങ്ങളോട് വേണ്ട രീതിയിലല്ല പ്രതികരിക്കുന്നതെന്ന നേരത്തെയുള്ള തോന്നലുകളെ ശക്തിപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ജമ്മു കശ്മീർ കേന്ദ്രഭരണത്തിൽ 5 വർഷം കഴിഞ്ഞിട്ടും മേഖലയിൽ തീവ്രവാദത്തിൻ്റെ വേരറുക്കാനായിട്ടില്ല എന്ന ആശങ്ക ഈ ദിവസത്തിൻ്റെ ബാക്കി പത്രമായിട്ടുണ്ട്. തൊഴിലെടുക്കാനെത്തിയ ഇതര സംസ്ഥാനക്കാരെ തെരഞ്ഞുപിടിച്ച് ലക്ഷ്യം വെച്ച 6 ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ജമ്മു കശ്മീരിലുണ്ടായി. കുറ്റപ്പെടുത്തലുകൾക്കും വിരൽ ചൂണ്ടലുകൾക്കും അപ്പുറം ഈ പ്രതിസന്ധി ഘട്ടം രാജ്യം ഒരു മനസ്സോടെ അതിജീവിക്കും, ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കും എന്ന് RDX വിശ്വസിക്കുന്നു. സർക്കാരിൻ്റെ തീരുമാനങ്ങളിലും സൈന്യത്തിൻ്റെ കരുത്തിലും നമുക്ക് വിശ്വാസം അർപ്പിക്കാം. ഉറ്റവർ നഷ്ടമായവരുടെ തീരാ സങ്കടത്തിനൊപ്പം നിൽക്കാം. ഈ യുദ്ധത്തിൽ ഇന്ത്യ തോൽക്കില്ല, തോറ്റുപോകാൻ കശ്മീരിനെ നമ്മൾ അനുവദിക്കില്ല. ഭീകരതയുടെ കരിമേഘങ്ങൾ നീങ്ങും, താഴ്വരയിൽ ടുലിപ്പുകൾ വീണ്ടും വിടരും, മനുഷ്യർ ഇനിയും ചിരിക്കും. നമ്മൾ സ്നേഹത്തോടെ ആഹ്ലാദത്തോടെ കശ്മീരിനെ ഓർക്കും. ഇടവേളയിലേക്ക്.